ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഷാഹിനാസ് റിയൽ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. നേരത്തെ ഞാൻ അൺബോക്സിംഗ് വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഓർണമെൻ്റൽ പ്ലാന്റ്സുകളുടെ അൺബോക്സിംഗ് ആണ് കാണിച്ചിരുന്നത്. എന്നാൽ ഇത് നേരെ തിരിച്ച് ഫ്രൂട്ട്സ് പ്ലാന്റുകളുടെ ഒരു അൺബോക്സിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് കൊറിയർ വരുത്തിയിട്ടുള്ളത്. ഓൺലൈൻ വഴി കൊറിയർ വരുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ വെസ്റ്റ് ബംഗാളിലെ മാ ദുർഗ നഴ്സറി എന്നാണ് ഈ പ്ലാന്റ്സൊക്കെ വരുത്തിയിട്ടുള്ളത്. അപ്പം മാ ദുർഗ നഴ്സറി എന്ന് പറയുന്നത് അവർ കൂടുതലായിട്ട് അവരുടെ നഴ്സറിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് മാവിനങ്ങളാണ്. പലതരം മാവിനങ്ങളാണ് അവിടെ ഉള്ളത്. അതായത് വിദേശ മാവുകളെന്ന് പറയുന്നത് തായ്ലൻഡ് വെറൈറ്റീസ്, മലേഷ്യൻ വെറൈറ്റീസ്, അതുപോലെ അമേരിക്കൻ വെറൈറ്റീസ്, പാകിസ്ഥാൻ വെറൈറ്റീസ്, അതുപോലെ ഓസ്ട്രേലിയൻ വെറൈറ്റീസ്, അതായത് ഓസ്ട്രേലിയൻ്റെ കെൻറ്റ് മാങ്ങ, അത് നാംഡോക്ക് മായി, മിയാസാക്കി, അതുപോലെ റെഡ് ആപ്പിൾ E2R2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാങ്ങ, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഇനങ്ങൾ. അതുപോലെ ഇന്ത്യയിൽ തന്നെ നമ്മൾ അറിയപ്പെടുന്ന വെങ്ങനപ്പള്ളി, അതുപോലെ തായ് വെറൈറ്റിയായ ആൾ സീസൺ മാംഗോ, കാട്ടിമൺ, അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓൺലൈനിലൂടെയും ഗൂഗിളിലൂടെയൊക്കെ കണ്ടിട്ടാണ് അതിൻ്റെ റിവ്യൂ ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് മാ ദുർഗ നഴ്സറി വെസ്റ്റ് ബംഗാളാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ബുക്ക് ചെയ്തു. അപ്പോൾ അവരയച്ചു തന്നിട്ടുണ്ട്. ഒരു 8 ദിവസം 15-ാം തീയതി അവരവിടെ നിന്ന് കൊറിയർ ചെയ്തതാണ്. അപ്പോൾ ഇന്ന് 23-ാണ്. 23-ാം തീയതി ഈവനിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ നൈറ്റാണ്, നല്ല മഴയുണ്ട്. അപ്പോൾ മഴയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്തായാലും വൈകിട്ടാണ് എനിക്ക് കൊറിയർ കിട്ടിയത്. അപ്പോൾ ഇത് ഇന്നത്തെ ദിവസം കൂടി പ്ലാന്റിനെ അതിനകത്ത് വെച്ച് ശ്വാസം മുട്ടിക്കാൻ എനിക്ക് ഒരു മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് ഞാനിന്നത് അൺബോക്സ് ചെയ്യണം. അപ്പം നമുക്ക് അൺബോക്സിങ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ വെസ്റ്റ് ബംഗാൾ മാ ദുർഗ നഴ്സറിയിൽ നിന്നും വരുത്തിയിട്ടുള്ള പാഴ്സലുകൾ. 3 പാക്കറ്റാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് പാക്കറ്റ് പൊട്ടിച്ച് നോക്കാം. അപ്പം ഞാൻ ഇത് കൂടാതെ മാവിൻ്റെ തൈകൾ കൂടാതെ കുറച്ച് മറ്റ് പഴവർഗ്ഗങ്ങളുടെ എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെയൊക്കെ തൈ പറഞ്ഞിട്ടുണ്ട്. എക്സോട്ടിക് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ നാട്ടിലുള്ളത് തന്നെയാണ്. പേര, ജാക്ക് ഫ്രൂട്ടിൻ്റെ തൈകൾ, അവയൊക്കെയാണ്. അപ്പം ഇത് ആൾ ടൈം ജാക്ക് ഫ്രൂട്ടിൻ്റെ പ്ലാന്റാണ്. 1.5 വർഷം കൊണ്ട് കായ്ക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് കുറച്ച് തീരെ ചെറിയ തൈയാണ്. ഈർപ്പമെല്ലാം പോയിട്ടുണ്ട്, കട്ടയായിട്ട് ഇരിപ്പുണ്ട്. അവിടുത്തെ മണ്ണ് ചെളിയാണ്. അപ്പോൾ ആ ചെളി കട്ട പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പം ഞാൻ വരുത്തിയിട്ടുള്ളത് ബാലി ചാമ്പയാണ്. ബെല്ല് പോലിരിക്കുന്ന നല്ല റെഡ് ചുവന്ന വലിയ ബെല്ല് പോലിരിക്കുന്ന ചാമ്പയാണ്. ഞാൻ 1-2 സ്ഥലത്തുനിന്ന് നഴ്സറികളിൽ നിന്ന് ചാമ്പ വാങ്ങിയിരുന്നു, നമ്മുടെ നാട്ടിൽ നിന്ന്. പക്ഷേ വലുതായി വന്നപ്പോൾ റെഡ് ചാമ്പയല്ല, സാധാ ചാമ്പയാണ്. അപ്പോൾ ഇത് ബാലി ചാമ്പ വെസ്റ്റ് ബംഗാളിൽ കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. പിന്നെ ഇത് പേരയാണ്, VNR പേരയാണ്. VNR എന്നത് ഒരു ആളിൻ്റെ ഷോർട്ട് ഫോമാണ്. അദ്ദേഹം കണ്ടുപിടിച്ച പേര ആയതുകൊണ്ടാണ് VNR. നല്ല മാംസളമായ പേരയാണ്, നല്ല രുചിയുള്ള വലിയ പേരയാണ്. പിന്നെ ഇത് സീഡ്ലെസ് ആണ് പേര. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ക്രിസ്പി ആയിട്ടിരിക്കുന്ന പേരക്കയാണ്, വളരെ ടേസ്റ്റിയാണ്. ഇത് സ്ട്രോബെറി പേരയാണ്. ചുവന്ന നിറച്ചു പിടിക്കുന്ന പേരയാണ്. നല്ല ഓർണമെൻ്റൽ പ്ലാന്റായിട്ടൊക്കെ നിർത്താൻ പറ്റിയ പേരയാണ്. എല്ലാം ഗ്രാഫ്റ്റഡ് ആണ്. അത് പിങ്ക് ജാക്കാണ്. ഞാൻ റെഡ് ജാക്കും പിങ്ക് ജാക്കും ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ രണ്ടും വന്നിട്ടുണ്ട്. അത് പിങ്ക് ജാക്കാണ്. ഇതും ഒരു തായ് 7 എന്നുള്ള പേരയാണ്. അതും പെട്ടെന്ന് കായ്ക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പേരയാണ്. അപ്പോൾ ഇത്രയാണ്. ഇപ്പോൾ നല്ല ക്ഷീണമുണ്ട്, ഇലകളെല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ തണ്ടിന് നല്ല പച്ചപ്പുണ്ട്. ഒന്ന് റെഡിയാക്കി എടുക്കണം. 6 മാസമെങ്കിലും പിടിക്കും ഇതൊന്ന് റെഡിയായി വരാൻ. അപ്പോൾ 2ാമത്തെ പാക്കറ്റ് അൺബോക്സ് ചെയ്യുകയാണ്. നല്ല പാക്കിംഗ് ആണ്. ഇതിൻ്റെയും എല്ലാ ഇലകളും കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനിടയിൽ നിന്ന് എൻ്റെ ഒരു പൂച്ച വികൃതിക്കുട്ടൻ ഇറങ്ങി ഓടിയതുണ്ടോ.
ഒന്ന് രണ്ട് മാവുകളൊക്കെ എല്ലാം പച്ചപ്പായിട്ട് നിൽപ്പുണ്ട്, ഗ്രീനറി ആയിട്ട് നിൽപ്പുണ്ട്. നല്ല വലിയ മാവുകളാണ്. റൂട്ട് സ്റ്റോക്കും സയോണും ഒക്കെ ഒരുവിധം ഒരുവിധമല്ല നല്ല മാവുകളാണ്. യാത്രയുടെ ക്ഷീണം കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇത് ബ്ലൂ പാൽമറാണ്, വിദേശ മാവാണ്, നല്ല മാവാണ്. പാൽമർ മാവ് സൗത്ത് അമേരിക്കയാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒറിജിൻ. ഞാൻ 7 മാവാണ് വരുത്തിയത്. അതിൽ മിയാസാക്കി ഉണ്ട്, നാംഡോക്ക് മായി ഉണ്ട്, പിന്നെ ഡോർഫ് മാവുണ്ട്. ഒരു 3 അടി 4 അടി ഹൈറ്റ് ഇലകളൊക്കെ വെച്ച് വരുമ്പോൾ, ശിഖരങ്ങൾ വെച്ച് വരുമ്പോൾ കായ്ക്കുന്ന മാവാണ്. നമുക്ക് വീട്ടുമുറ്റത്ത് ഡ്രമ്മിലുമൊക്കെ വളർത്താൻ പറ്റിയ മാവാണ്. ഇത് ഡോർഫനത്തിൽപ്പെട്ട മാവാണ്, ഇർവിൻ മാവ്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കിങ് ഓഫ് ചക്കപ്പത്ത്, പിന്നെ റെഡ് ഐവറി. ഇനിയിപ്പോൾ ഇതിനെ സാഫിൽ, അതായത് ഫംഗിസൈഡ്, ഫംഗസൊക്കെ ഉണ്ടെങ്കിൽ യാത്ര കഴിഞ്ഞ് വന്നതുകൊണ്ട് ഒരു ഡെഡായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഇപ്പം ഈ ചെടികളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് മാറിക്കിട്ടാനും ഫംഗസ് എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പിന്നെ നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ബാധിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഇത് നമ്മൾ 2 സ്പൂൺ സാഫ് എടുത്ത് 5 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ മുക്കി വെക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒറിജിനൽ മഡാണ്. വെസ്റ്റ് ബംഗാളിലൊക്കെ ശരിക്കും നല്ല ചെളിയുള്ള മണ്ണാണ്. അപ്പോൾ അതിന് നമ്മളിതിലേക്ക് മുക്കി വയ്ക്കണം. അതുമ്പോൾ ഭാഗികമായിട്ടും കുറച്ചും അതിലുള്ള ഈ മണ്ണൊക്കെ എടുത്ത് കളഞ്ഞിട്ട്, മുഴുവനും കളയണ്ട. എന്ന് വെച്ചാൽ പുതിയ ഒരു മണ്ണിലേക്ക് പെട്ടെന്ന് മാറുമ്പോൾ ഉണ്ടാകുന്നൊരു ചേഞ്ച് ചിലപ്പോൾ താങ്ങാൻ പറ്റിയില്ലെന്നിരിക്കാം. അപ്പോൾ കുറച്ച് മണ്ണ് അതിനകത്തിരിക്കാം. അപ്പോൾ ഭാഗികമായിട്ട് കുറച്ച് മണ്ണ് ഈ വെള്ളത്തിൽ കുതിർത്ത് വെച്ചപ്പോൾ 5 ലിറ്റർ സാഫ് കലക്കിയ വെള്ളമാണ് കുതിർത്ത് വെച്ചാൽ അത് താനേ തന്നെ ഇളകിപ്പോവും. ബാക്കി വരുന്നത് നമുക്ക് അതുപോലെ എടുത്ത് നടാവുന്നതാണ്. അപ്പോൾ അരമണിക്കൂറാണ് ഇതിനകത്ത് വെക്കാനുള്ളത്. അപ്പോൾ അതിലെന്തെങ്കിലും ഫംഗസൊക്കെ ഉണ്ടെങ്കിൽ, അവശേഷിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിർവീര്യമായി കിട്ടും. അപ്പോൾ ഈ ചെടികളെല്ലാം, ഈ പ്ലാന്റ്സ് എല്ലാം ഇതിനകത്ത് മുക്കി വെച്ച് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എപ്സം സാൾട്ട് ഉപയോഗിച്ച്, എപ്സം സാൾട്ടും കലക്കി വെച്ച് അതിനകത്തും ഒരു 10-20 മിനിറ്റ് വെക്കുക. അതെന്ന് പറഞ്ഞാൽ ഒരു ഡെഡായിട്ടുള്ളൊരു അവസ്ഥയിലാണ് നമുക്ക് ഈ ചെടികളൊക്കെ കിട്ടിയിരിക്കുന്നത്. 8 ദിവസം ട്രാൻസിറ്റൊക്കെ കഴിഞ്ഞ് കൈ കിട്ടുമ്പോൾ ഒരു ഡെഡായിട്ടുള്ള അവസ്ഥയിലും ഇല കൊഴിഞ്ഞ അവസ്ഥയിലും ഒക്കെയാണ് കിട്ടുക. അതുപോലെ തന്നെ സ്കിന്നൊന്ന് ഡ്രൈ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി, ഒന്ന് റിഫ്രഷ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എപ്സം സാൾട്ടിൽ വെക്കുന്നത്. അപ്പോൾ ഈ എപ്സം സാൾട്ടിൽ വെച്ചതിന് ശേഷം നമ്മൾ മണ്ണൊരുക്കി വെച്ചിട്ട്, നേരത്തെ നമ്മൾ ഞാൻ ഓർഡർ കൊടുക്കുമ്പോൾ തന്നെ മണ്ണൊക്കെ ഒരുക്കി വെച്ചിരുന്നു. അപ്പോൾ ആ മണ്ണിൽ നമ്മൾ യാതൊരുവിധ വളവും 1 മാസം ചേർക്കാൻ പാടുള്ളതല്ല. കാരണം ഇത് ശരിക്കും അവിടെ നിന്ന് നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ തന്നെ വേണ്ടത്ര ബൂസ്റ്റിങ് കൊടുത്തിട്ടാണ് അവരിങ്ങോട്ട് അയക്കുന്നത്, വാടാതിരിക്കാനും ഒന്ന് തളരാതിരിക്കാനും. എന്നാലും കുറേ ദിവസം എടുക്കുമ്പോൾ ഒക്കെ 3-നൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഇത് 8 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ ആവും. അപ്പോൾ നേരെ നമ്മൾ ഡയറക്റ്റ് അത് ഒരുപാട് വളമൊക്കെ ചേർത്ത് മണ്ണിലിട്ട് കൊടുക്കരുത്. സാധാരണ ചകിരിച്ചോറും മണലും പിന്നെ നമ്മുടെ ഗാർഡൻ സോയിലും മിക്സ് ചെയ്ത് അല്പം ചാണകം ഇടാം. അത് അല്ലാതെ വേറെ വളം ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതിലേക്ക് ഈ എപ്സം സാൾട്ടിൽ ഇട്ടതിന് ശേഷം ഇത് നമ്മൾ നേരിട്ട് തന്നെ മണ്ണിൽ ആദ്യം ഒന്ന് ചുവട് പിടിക്കുന്നത് വരെ ആദ്യം മണ്ണിൽ വെക്കാൻ പാടില്ല. ചട്ടിയിൽ, നല്ല പോട്ടുകളിലോ നല്ല ഗ്രോ ബാഗിലോ ഇറക്കി വെക്കണം. ഇറക്കി വെച്ച് ഇതിന് തളിരൊക്കെ വരുന്ന സമയത്ത്, അടുത്ത ടിപ്സൊക്കെ വരുമ്പോൾ ഡ്രമ്മിലോ മണ്ണിൽ വളർത്തുന്നവർ മണ്ണിലോ മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പം സാധാരണ സോയിൽ ഉപയോഗിച്ച് അതിൻ്റെ പോട്ടിംഗ് മിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എപ്സം സാൾട്ടിലിട്ട ഈ മാവിൻ തൈകളും മറ്റ് പഴച്ചെടികളും ഒക്കെ നട്ടു വെക്കാൻ പോവുകയാണ്. ഇപ്പം ഞാൻ എപ്സം സാൾട്ടിലേക്ക് ഈ തൈകളൊക്കെ, മാവിൻ തൈകളൊക്കെ മാറ്റിയിട്ടപ്പോൾ എൻ്റെ ചെളിമണ്ണ് പൂർണ്ണമായും ഇളകിപ്പോയി. പക്ഷേ വേരിന് ഒന്നും സംഭവിക്കാതെ, വേരിന് ഒന്നും ദോഷം സംഭവിക്കാതെ അത് ഇളകിപ്പോയത് കൊണ്ട് കുഴപ്പമില്ല. ഇത് നേരെ ഡയറക്റ്റ് മണ്ണിലേക്ക് തന്നെ നമുക്ക് നടാവുന്നതാണ്. ഇപ്പം ഞാൻ ഗ്രോ ബാഗാണ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്.
അപ്പോൾ ആ ഗ്രോ ബാഗിനകത്തേക്ക് വെക്കുകയാണ്. നല്ല മഴയുള്ളതുകൊണ്ട് മണ്ണെല്ലാം നല്ല കുഴഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വെച്ചിട്ട് നമ്മൾ ഒരു 1/4 ഭാഗം മണ്ണിട്ട് ഉറപ്പിച്ച് വെക്കുക. നേരത്തെ പറഞ്ഞതുപോലെ വളങ്ങൾ ഇപ്പോൾ ചെയ്യാതിരിക്കുക. എന്തായാലും മൂട് പിടിച്ചതിന് ശേഷം, അത് നന്നായി വേരൊക്കെ വന്ന് പിടിച്ചതിന് ശേഷം 1-2 ടിപ്സ് ഇലകളെ കുറച്ച് മുളകളൊക്കെ വന്നതിന് ശേഷം മാറ്റി നടാം. അപ്പോൾ മാറ്റി നടുമ്പോൾ നമുക്ക് ഡ്രമ്മിലോ നിലത്തോ ഒക്കെ വെക്കാവുന്നതാണ്. സാധാരണഗതിയിൽ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സുകളെല്ലാം ഒരുപാട് പൊക്കത്തിൽ വളരുന്നവയല്ല. 20 അടി മാക്സിമം പോയാൽ 15 അടി 20 അടിയാണ്. അപ്പോൾ ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ചെടികൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ കുട പോലെ നമുക്ക് പൊക്കം വയ്ക്കാതെ അടുത്ത് നിന്ന് മാമ്പഴം പറിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലൊക്കെ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പാക്കിങ്ങിലും ട്രാൻസിറ്റിലും വളഞ്ഞ് കിട്ടുന്ന പ്ലാന്റ്സുകൾ ഒരു സപ്പോർട്ട് എടുത്ത് കെട്ടിവെച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് നിവർന്ന് വരും. അതുപോലെ തന്നെ മാതൃക നഴ്സറിയിൽ നിന്ന് പ്ലാന്റുകൾ വാങ്ങാൻ ആഗ്രഹമുള്ളവർ അവർ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഫോൺ നമ്പറും കോൺടാക്റ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്റ്റ് ചെയ്താൽ വാട്സപ്പിൽ ഐറ്റം ലിസ്റ്റും പ്രൈസ് ലിസ്റ്റും അവർ അയച്ചു തരുന്നതാണ്. റീസണബിൾ റേറ്റാണ്. റേറ്റ് ഞാൻ ഇതിൽ കൂടുതൽ പറയുന്നില്ല. പ്ലാന്റ് മാല വിദേശ പ്ലാന്റ്സ് ധാരാളമുണ്ട്, എക്സോട്ടിക് പ്ലാന്റ്സ്. അപ്പോൾ അതൊക്കെ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. പിന്നെ തുടക്കത്തിൽ ഇൻട്രോയിൽ ഞാൻ കെൻറ്റ് മാവ് ഓസ്ട്രേലിയൻ്റെ മാവെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അമേരിക്കൻ മാവാണ്. അതുപോലെ തന്നെ ഈ പ്ലാന്റുകൾ എനിക്ക് കിട്ടിയ ഈ പ്ലാന്റുകളുടെ റിവ്യൂ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഈ വീഡിയോ ഞാൻ വളരെ ലേറ്റായിട്ടാണ് ഇപ്പോൾ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.